ദിലീപേട്ടൻ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിയെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് വിളിപ്പിച്ച് 13 മണിക്കൂർ ഇരുത്തിയതിൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ പരമാവധി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. ബാക്കി മിക്ക സമയവും പുള്ളി അവിടെ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നെന്നും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്നും 13 മണിക്കൂർ ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുള്ളി പുറത്തിറങ്ങി കണ്ടപ്പം പുള്ളി തന്നെ ഞെട്ടിപ്പോയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അകത്തെന്താ സംഭവിച്ചെന്ന് പുള്ളിക്കറിയാം. പിന്നെ ഇങ്ങനൊരു വകുപ്പ് ഒരു FIR ഇട്ട് ഇപ്പം ഇതേ സാധനം ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ വേണേൽ പറയാം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെല്ലുന്നു, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മര്യാദക്കാരനായതുകൊണ്ടും നീതിബോധമുള്ള ഒരാളായതുകൊണ്ടും മേൽഘടകത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് തന്നെ പുള്ളിയുടെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പങ്ങ് ഇട്ടാൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആ സ്പോട്ടിൽ എന്നെ റിമാൻഡ് ചെയ്തിട്ട് അവരെന്നെ ജയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ 2 ദിവസമെങ്കിൽ 2 ദിവസം, 3 ദിവസമെങ്കിൽ 3 ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂ? ഞാൻ എന്തോ തെറ്റ് ചെയ്തു? ഇപ്പോൾ കേരള നാട് മുഴുവൻ എൻ്റെ പേരിൽ അടിച്ചു വരും. സ്ത്രീകളെ അപമാനിച്ചതിൻ്റെ പേരിൽ പുള്ളി ജയിലിൽ കിടന്ന ഒരാളാണെന്നേ വരത്തുള്ളൂ. പോലീസ് ഒരു FIR ഇടുന്നതിന് മുമ്പ് നടത്തേണ്ട കാര്യങ്ങളോ തെളിവുകളോ ഒന്നും പരിശോധിക്കാതെ ഒരാളെ ചോദ്യം ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, അയാൾ ആ പോയി ഇരുന്നത് തന്നെ. അത് മാത്രമല്ലല്ലോ, ഞാനിതിനു മുമ്പ് ഹൈദരോടും പറഞ്ഞിട്ടുണ്ട്, അന്ന് മാതൃഭൂമിയുടെ വേണു അദ്ദേഹത്തെ കളിയാക്കിയ സമയത്ത് ഇദ്ദേഹം ചൂടാവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും? സാധാരണ അതായത് ഞാൻ കുടുങ്ങും. നിങ്ങൾക്കൊക്കെ സൗഹൃദങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരാൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുകയോ കുടുങ്ങുകയോ ചെയ്യുന്നൊരു ഘട്ടം വരികയും അതിന് തൊട്ട് മുമ്പ് അത് കുടുങ്ങാൻ പോവുകയാണെന്ന് നിങ്ങളെ ഒന്ന് അറിയിച്ചാൽ ഏത് വിധേനയും അതൊന്ന് സെറ്റിൽ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ആര് വിളിച്ചാലും നമ്മൾ താന്ന് നിന്ന് സംസാരിച്ച് കാരണം അയ്യോ ഇന്നുവനെ വിഷയം ഉണ്ടാക്കല്ലേ എന്ന് പറയും. ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി കാശ് മേടിക്കാൻ നടക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ കാര്യം കിട്ടുന്നു. അതെ, നിങ്ങളാകെ നടത്തിയ കാര്യത്തെക്കുറിച്ചുള്ള ന്യൂസ് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് പുറത്ത് വിടും. അയാളെ ചീത്ത വിളിക്കുകയോ മറ്റേ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ നീ അങ്ങ് പുറത്ത് വിടുക. അങ്ങനെ പറയണമെങ്കിൽ നീയൊക്കെ എന്ത് പുറത്ത് വിട്ടാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കും. ഞാൻ വിളിക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവൻ നാളെ കുടുങ്ങുമെന്നുള്ള ഉറച്ച ബോധ്യമാണ്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ദിലീപ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, മാധ്യമപ്രവർത്തകരെ കുറിച്ച് ആക്ഷേപിച്ച് തന്നെ സംസാരിക്കുന്നു. അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നു. ഞാൻ ഈ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇതെല്ലാം തന്നെ ഞാൻ കണ്ടെത്തുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ബേസിക് ചിന്താഗതിയിൽ നിന്നുകൊണ്ട് കൂടിയാണ്. നമ്മൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമാകാം നമ്മളെ അവിടെ മുന്നോട്ട് നയിക്കുന്നത്. ഇല്ലെങ്കിൽ ദിലീപിന് കാശില്ലാഞ്ഞിട്ടാണോ? ദിലീപിന് ഏത് രാജ്യത്തും ദിലീപിന് മുങ്ങാമായിരുന്നല്ലോ ഇങ്ങനൊരു വാർത്ത വരുന്ന സമയത്ത് തന്നെ. കാരണം ഇതറിഞ്ഞല്ലോ, ഈ വാർത്ത വന്ന് സ്പ്രെഡായി തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിക്കും. എന്തായാലും ഒരാളെ പിടിച്ചിട്ടുണ്ട്, പൾസർ സുനിയെ പിടിച്ച്. പൾസർ സുനി എത്ര ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്? എത്രയോ ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്. അപ്പം ദിലീപ് അതാണ് പറഞ്ഞത്, ഈ ജയിലിനകത്ത് വെച്ച് ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ളത്. ഇത് ശരിക്കും കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും അന്വേഷണം നടക്കുന്നത് കൊണ്ടും തന്നെയാണ് നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും 4 വർഷം കഴിയുമ്പോൾ സത്യം തന്നെ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തി വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ല. കാരണം മഞ്ജു വാര്യരുടെ കേസ് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് അടുത്ത് നടന്നൊരു സംഭവമാണ് രേണുക സ്വാമി കൊലക്കേസ് എന്ന് പറയുന്നത് ദർശൻ കന്നഡ. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ട്ണറെ പരിഹസിച്ചതിന് കൊണ്ടുള്ള ഒരു വൈരാഗ്യം കൂടിയാണ് രേണുകാസ്വാമി ഒരു കൊലക്കേസിലേക്ക് ദർശൻ എന്ന് പറയുന്ന ഒരു നായകനെ ചെന്നെത്തിച്ചത്. അപ്പം ഈ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കാം. ഇപ്പം അതെ, പെട്ടെന്നുണ്ടാവുന്ന ഒരു വികാര വിക്ഷോഭത്തിൽ അല്ലെങ്കിൽ അവർക്കത് ഇത് ചെയ്തേക്കാം, ഒരു പക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ അത് ചെയ്യുന്നവർ അതിൻ്റെ പ്രത്യാഘാതമോ അല്ലെങ്കിൽ പിന്നുള്ള കാര്യങ്ങളോ ചിന്തിച്ച് ചെയ്താവണമെന്നുമില്ല. അപ്പോൾ ഈ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവിക്കണമെങ്കിൽ ഒരാളോടുള്ള വിരോധം പെട്ടെന്നുണ്ടാവുന്നതാവണം. അതേസമയം അതിങ്ങനെ നിരന്തരം നിൽക്കുകയും അതായത് അയാൾ നമുക്ക് മുകളിലേക്ക് വളരണം, നമ്മൾ അയാളെ കൂടുതൽ തകർക്കണമെങ്കിൽ, അതായത് ഞാൻ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ എന്നെക്കാളും മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആ വിരോധം കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതേസമയം അയാൾ നമുക്ക് താഴെയാണ് നിൽക്കുന്നത്. അതിങ്ങനെ കുറേ നാളുകൾ കൊണ്ടേ നിൽക്കുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭത്തിൻ്റെ പുറത്ത് ഒരാളെ വിളിച്ചിട്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, അവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന ഒരാളെ വിളിച്ചിട്ട് ഇതങ്ങ് ചെയ്തേക്കെന്നൊന്നും ആരും പറയത്തില്ല. ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷനായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനൊരു പ്ലാനിങ് ഉണ്ടാവണം. കാരണം ഒരു വാഹനം വരണം, ആ വാഹനം നിർത്തിയിട്ട് വേറെ ആൾക്കാർ കയറണം, അതും നഗരമധ്യത്തിൽ കൂടെ വരുന്നൊരു വാഹനമാണ്, മറ്റുള്ളവർ കാണാം, ഇത് പല പ്രശ്നങ്ങളുണ്ടാവാം. ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു കുതിരി മാറാൻ ശ്രമിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ പിടിച്ച് വെട്ടിക്കുകയോ തെറ്റിക്കുകയോ ചെയ്താൽ ഈ വണ്ടി മറ്റെവിടെയെങ്കിലും പോയി തട്ടാം. പലവിധ അപകടങ്ങൾ ഉണ്ടാവാനും നമുക്ക് പിടിക്കപ്പെടാനുമുള്ള കാരണം ഇവർ സിനിമ ചെയ്യുന്നവരാണെന്ന്, ഒരു സിനിമയുടെ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സിനിമയുടെ തിരക്കഥ പോലെ പ്ലാൻ ചെയ്യാം.
ഒരു സിനിമയുടെ അല്ലെങ്കിൽ കൊള്ളാവുന്ന സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചിട്ട് ഒരു ഒരു നമുക്ക് ഇങ്ങനൊരു പ്ലാനുണ്ട്, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അയാളുടെ ഭാവനയിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും. കാരണം നടക്കാൻ പോകുന്നത് മുൻകൂട്ടി എഴുതുന്നതാണല്ലോ സിനിമ. ഓരോ സീനുകളിലും എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതകൾ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും വിഡ്ഢിത്തരം, ഇതിപ്പം ദിലീപ് ആണോ അല്ലയോ എന്നുള്ളതല്ല, ഇത്രയും വിഡ്ഢിത്തരം അയാളെ പോലെ ഒരാൾ ചെയ്തുകൊണ്ട് കുടുങ്ങാൻ പോകത്തില്ല. പൾസർ സുനിയെ അവനെ കൃത്യമായി ചോദ്യം ചെയ്ത് പോലീസോ അല്ലെങ്കിൽ കേരള പോലീസോ പുറത്തുള്ള ഏജൻസിയോ, ഇപ്പം നമ്മളെ DGP ശ്രീലേഖയ്ക്ക് ഉൾപ്പെടെ ഇതൊക്കെ മനസ്സിലായതാണ്. കേരള പോലീസിലെ പലർക്കും ഇതറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഗുണം സംഭവിച്ചതെന്ന് വെച്ചാൽ എന്താണോ ഇതുകൊണ്ട് പിന്നണിയിൽ ഇരുന്ന് ചിന്തിച്ച ആൾക്കാർ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും നടന്നു. അവർക്ക് ദിലീപ് എന്ന് പറയുന്ന ആളുടെ കരിയർ പരിപൂർണമായും ഏറെക്കുറെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ തിരക്കഥ എഴുതിയാലും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും ഇപ്പുറത്ത് ആക്രമിക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ഇപ്പം അഖിൽ മാരാർ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ചിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ചൂഷണത്തിനെതിരെ നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ നടി എതിർത്ത് പറയാനല്ലെന്നേ ഞാൻ പറഞ്ഞത്. ദിലീപ് നമ്മൾ ദിലീപാണ് ഇത് ചെയ്തത് എന്നുള്ളതിനെ എനിക്കൊരിക്കലും കാരണം ഒന്നാമത്തെ കാര്യം പോലീസിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു കുന്തം കിട്ടിയിട്ടില്ല. കേരള പോലീസിന് തന്നെ ഫാബ്രിക്കേറ്റഡ്, അവരെന്തിന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഫോട്ടോ ഉണ്ടാക്കണം, എന്തിന് നാദൃശ്യം എടുത്ത് നിങ്ങൾ ഇങ്ങനെ മൊഴി പറയണം എന്ന് പറയണം. ഇതിങ്ങനെ പറയുമ്പോൾ താങ്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ ഞാൻ പറയുന്നതാണ് സത്യം? 100%. ഞാൻ ബിഗ് ബോസ് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യത്തെ കപ്പ് എനിക്കാണെന്ന്. അത്രയും കോൺഫിഡൻസിൽ ഞാൻ പറയുകയാണ്, അത്രയും കോൺഫിഡൻസിൽ. ഒന്നെനിക്ക് പേഴ്സണലി അദ്ദേഹമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളും എനിക്കറിയാം. അതായത് പുറത്ത് പറയാൻ പറ്റാത്ത മറ്റു ചില കാര്യങ്ങൾ എനിക്കറിയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് സ്പോട്ടിൽ മനസ്സിലാവും ഞാൻ പറയുന്നത്. സ്പോട്ടിൽ മനസ്സിലാവും. ഞാൻ ഒറ്റ വരി പറഞ്ഞാൽ മതി. പക്ഷേ ആ ഒറ്റ വരി എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു വരിയിൽ ഒരുപാട് മറ്റേ ഈ പറഞ്ഞ സമൂഹത്തിൻ്റെ മുന്നിലുള്ള ഈ സ്ത്രീപക്ഷവാദികളെല്ലാം കൂടെ എൻ്റെ നെഞ്ചത്ത് കയറും. ആ വരിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് പറയാമെന്ന് ഒരു കാഷ്വൽ ടോക്കിൽ ഇതെൻ്റെ അടുത്ത് കുറച്ച് സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാഷ്വൽ ടോക്കിൽ ഒരു ഒറ്റ വരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് അഖിൽ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ആക്രമിക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോൾ അതിന് ആദ്യത്തെ നീതിയായി. കാരണം അവരായിരുന്നല്ലോ ഈ മര്യാദകൾ കാണിച്ച ആൾക്കാർ. പക്ഷേ ഇന്നൊരാൾ പറഞ്ഞിട്ടാണ് എന്ന് അവനെപ്പോലൊരു ക്രിമിനൽ പറയുന്നതിനെ എന്താണ് പോലീസ് ഇത് എന്താണ് പോലീസ്? ഇപ്പം ഞാൻ പറയുകയാണ് ഞാനൊരു തെറ്റ് ചെയ്തിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പിടിച്ചകത്തിടാൻ പറ്റുമോ? അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞിട്ടാണ്, ശ്രീ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ച് പോലീസ് അങ്ങ് അകത്തിടുവോ? പോലീസ് അപ്പോൾ അന്വേഷിക്കണം. അഖിൽ ഒരാളുടെ പേര് പറഞ്ഞു, അപ്പോൾ അദ്ദേഹവും അഖിലും തമ്മിൽ കണക്റ്റഡ് ആവുന്നുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇവർ തമ്മിൽ എവിടെയൊക്കെ വെച്ച് പ്ലാനിങ്ങുകൾ നടത്തി, അതിനുവേണ്ടി എത്ര രൂപ കൈപ്പറ്റി, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് തെളിവ് സഹിതം അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ ഈ ഗൂഢാലോചനയ്ക്ക് പോലീസിനും കോടതിയുടെ മുന്നിൽ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റൂ. ഇതൊരു വകുപ്പ്, അതായത് 376B എന്ന് പറയുന്ന ഒരു വകുപ്പ് അയാളുടെ മുകളിൽ അങ്ങ് ചുമത്തിയാൽ ആ വകുപ്പിനുള്ള റിമാൻഡിൽ കിടന്നേ പറ്റൂ.